മേഘയും സൽമാനും വിവാഹം കഴിച്ചതിനു ശേഷം പ്രേക്ഷകരെല്ലാവരും അവരുടെ ജാതിയും മതവും പറഞ്ഞ് കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. രണ്ടുപേരും രണ്ട് ജാതിയിലും മതത്തിലുമായതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അത് ചിന്തിക്കുകയും ചെയ്യുന്നത്. രണ്ട് മതത്തിലായതുകൊണ്ട് തന്നെ ഇരുവരുടെയും വിവാഹം വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു. രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. യാതൊരു മതത്തിന്റെ പേരിലും അവർ ഇങ്ങനെ ക്രൂശിക്കപ്പെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അത്തരത്തിൽ ചെയ്തതെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നതും ഇനി മുതൽ മേഘ പർദ്ദയണിയും എന്നൊക്കെയുള്ള കമൻറ്റുകളാണ്. മേഘ ഇപ്പോഴേ സിന്ദൂരം ഇടുന്നില്ല, പൊട്ടു തൊടുന്നില്ല. എന്തായാലും ഇപ്പോൾ ഒരു മുസ്ലിം യുവതിയെപ്പോലെ ആയിരിക്കുന്നു മേഘ എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ അത്തരമുള്ള കമൻറ്റുകൾ തന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നാണ് സൽമാൻ പറയുന്നത്. മേഘ അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ മേഘയെ കൊണ്ട് ഞങ്ങൾ ആരും അങ്ങനെ ചെയ്യിപ്പിക്കില്ല. പിന്നെ ആളുകൾ ഓരോന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അത്രമേൽ പ്രേക്ഷകർക്കും വളരെയധികം സങ്കടം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക. മേഘയും സൽമാനും വിവാഹം കഴിച്ചതിന് ശേഷം അതിനൊരു വിവാഹം എന്ന് കാണാതെ മതപരമായും ജാതിപരമായും വ്യത്യസ്തമായ രണ്ട് പേർ ഒളിച്ചോടി വിവാഹം കഴിച്ചു എന്ന രീതിയിൽ കാണുകയാണ്. ഒളിച്ചോടിയല്ല, ഞങ്ങൾ രണ്ടുപേരും വീടുകളിൽ പറഞ്ഞതിന് ശേഷം തന്നെയാണ് വിവാഹം കഴിച്ചത്. അവർക്ക് ഒരുമിച്ച് നടത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിനെ ഒതുക്കി വളരെയധികം സിമ്പിളായി നടത്തിയെന്ന് മാത്രം. കാശു ചെലവ്, ആളുകളെ വിളിക്കേണ്ട, ആരോടും മറുപടി പറയേണ്ട, രണ്ടുപേരുടെയും ചടങ്ങുകൾ ഇല്ലാതെ നടത്തുന്നത് അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അങ്ങനെയാണ് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചതെന്ന് പറയുന്നു. എന്നാൽ പറയപ്പെടുന്നതൊക്കെ തന്നെ മറ്റൊരു രീതിയിലാണെന്നാണ് ഇപ്പോൾ സൽമാൻ പറയുന്നത്. മേഘയെക്കൊണ്ട് തട്ടമണിയിക്കും, മേഘ ഇനി മുതൽ പർദ്ദയണിയും, മേഘ മതം മാറ്റിപ്പിക്കും എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഇതൊക്കെ തന്നെ തെറ്റായ ധാരണയാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ നേടാൻ സാധിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മേഘയും ഞാനും നല്ല സന്തോഷമായാണ് ജീവിക്കുന്നത്. ഞങ്ങൾ സ്നേഹിച്ച സമയത്തൊന്നും തന്നെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഈ മതത്തിന് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ആദ്യം നോ പറയാനുള്ള കാരണവും ഹെയ്റ്റ് പറയാനുള്ള കാരണമൊന്നും മതമല്ലായിരുന്നു. മതം ഒരിക്കലും ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടില്ല, ഞങ്ങളുടെ ഭാഗമായിട്ടില്ല. അങ്ങനെ ഒരിക്കലും ഞങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിച്ച് പറയുന്നതെന്ന് പ്രേക്ഷകർക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്നുവെന്നും സൽമാൻ പറയുന്നുണ്ട്. നിരവധി പേരാണ് ഞങ്ങൾ ഒരുമിക്കണമെന്ന് ആഗ്രഹിച്ചതെന്ന് പറയുന്നു. എന്നാൽ അത്രയും പേരുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുക തന്നെയാണെന്ന് പറയുന്നു. ആരാധകർക്കത് വലിയ ഇഷ്ടമാണ്, പ്രേക്ഷകർക്ക് വളരെയധികം താല്പര്യവുമാണ്. സൽമാൻ്റെയും മേഘയുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകർക്ക് അതൊരു ഇരട്ടി സന്തോഷമെന്ന് തന്നെ പറയാം. മേഘയും സൽമാനും അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇരുവരുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നത്. മേഘയും സൽമാനും ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇവരുടെ വാർത്തകൾ കൂടുതലും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഇവരുടെ വാർത്തകളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയും അതോടൊപ്പം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാൻ. ആരാധകർക്ക് വലിയ താല്പര്യമാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാൻ. അതുകൊണ്ട് ഇവരുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോയ്ക്ക് കൂടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ഓരോ നിമിഷവും ഇവരുടെ വാർത്തകൾക്ക് വേണ്ടി പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.